നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം. നാസറിന്റെ കുടുംബം പഴയ, സങ്കുചിത ചിന്താഗതിയുള്ള അയൽപ്പക്കമുപേക്ഷിച്ച് ഒരു പുതിയ സൊസൈറ്റിയിലേക്ക് താമസം മാറി. ഞാൻ എന്റെ ഭാര്യ നൈനയോടൊപ്പം ഈ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. മുൻവിധികളെ നേരിടൽ. പുതിയ അയൽക്കാർ മുസ്ലിങ്ങൾ ആണെന്ന് അറിഞ്ഞപ്പോൾ നൈനയെ അനാവശ്യമായ മുൻവിധികൾ പിടികൂടി. എനിക്ക് അവൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അനാവശ്യമായ മുൻവിധികൾ വെച്ചുപുലർത്തുന്നത് ശരിയല്ല. നമ്മൾ പക്വതയുള്ള വ്യക്തികളാണ്. ഇന്ന് അവരുടെ ആവശ്യത്തിന് നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്താൽ ഭാവിയിൽ അവരോട് സഹകരണം തേടാൻ നമുക്ക് മടിയുണ്ടാകില്ല. ഹൃദയങ്ങളുടെ സംഗമം. അടുത്ത ദിവസം പുതിയ അയൽക്കാർ നാസിർ, അവന്റെ ഉമ്മ, ഭാര്യ സബ, മകൾ ഷനായ രാത്രി ഭക്ഷണത്തിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് നൈന പറഞ്ഞപ്പോൾ എന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ബഹുമാനത്തിന്റെ പാരമ്യം. രാത്രി അവർ വന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് സബയും നാസിറും നൈനയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു എന്നതാണ്. കൂടാതെ എനിക്ക് കൈകൂപ്പി അഭിവാദ്യം അർപ്പിച്ചു. അവർ മുസ്ലിങ്ങളാണെങ്കിലും നമ്മുടെ സംസ്കാരമനുസരിച്ചാണ് ഞങ്ങളെ ബഹുമാനിച്ചത്. സബയുടെ പരിചയപ്പെടുത്തൽ. വിവാഹശേഷം സബ വീണ്ടും പഠനം തുടങ്ങിയെന്നും നമ്മുടെ മകൾ ബി.ടെക് ചെയ്ത അതേ NIT-യിൽ നെറ്റ് തന്നെയാണ് അവളും പഠിക്കുന്നതെന്നും നാസിർ പരിചയപ്പെടുത്തി. നൈന ഉടനെ ഷനായയെ മടിയിലിരുത്തി പറഞ്ഞു, ഈ കുഞ്ഞുവാവ സബയെപ്പോലെ തന്നെ സുന്ദരിയും ഓമനത്തമുള്ളവളുമാണ്. നൈനയുടെ മനസ്സിലെ എല്ലാ ആശങ്കകളും അതോടെ നീങ്ങി. കാലം പറക്കുന്നു. നാസിറിന്റെ വളർച്ച കണ്ണിമ ചിമ്മുന്ന വേഗതയിൽ 5 വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ നാസിറിന്റെ കുടുംബം സമൂഹത്തിൽ ഉന്നതിയിലെത്തി. സബ ബി.ടെക്കും MBA-യും ഡുവൽ ഡിഗ്രി പൂർത്തിയാക്കി. നാസിർ തന്റെ വർക്ക്ഷോപ്പ് വിപുലീകരിക്കുകയും രാഷ്ട്രനിർമ്മാണ പാർട്ടിയിൽ അംഗത്വമെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമാകുകയും ചെയ്തു. അയൽപ്പക്ക ധർമ്മം. നാസിർ തന്നെ കൃത്യമായ ഇടവേളകളിൽ എന്റെ കാർ റിപ്പയറിംഗിനും സർവീസിംഗിനുമായി തന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒരു രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ. സഭയുടെ ബിരുദം പൂർത്തിയായ വേളയിൽ നാസിർ ഒരു വലിയ പാർട്ടി സംഘടിപ്പിച്ചു. അതിൽ രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തു. അപവാദം. പാർട്ടിയിൽ അതിഥികളുടെ സംസാരത്തിനിടയിൽ എനിക്കൊരു രഹസ്യം കേൾക്കാൻ കഴിഞ്ഞു. ഇത് ആ നാസിറാണ്. തന്റെ ഭാര്യയെ നിയമവിരുദ്ധമായി തലാഖ് ചൊല്ലിയതിനും അവളെ വധിക്കാൻ ശ്രമിച്ചതിനും 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവൻ. ഓർമ്മകൾ ഉണരുന്നു. ഇത് കേട്ടപ്പോൾ എന്റെ ചെവികൾ വട്ടം പിടിച്ചു. വിജനമായ റോഡിൽ എന്നോട് ലിഫ്റ്റ് ചോദിച്ച ഫിർദൌസിനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ നാസിർ അവൻ തന്നെയാണോ എന്നറിയാൻ എനിക്ക് ആകാംക്ഷയായി. ഫേസ്ബുക്കിലെ തിരച്ചിൽ. ഞാൻ ഫേസ്ബുക്കിൽ ഫിർദൌസിനെ തിരഞ്ഞു. അവൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ പ്രശസ്തയായ വക്കീലാണെന്ന് അറിഞ്ഞു. ആ രാത്രി ഫിർദൌസ് എനിക്ക് തന്റെ ഫോൺ നമ്പർ നൽകി. ശ്രദ്ധിക്കൂ. വിവേകം വിജയിച്ചതിനുശേഷം പുതിയ ജീവിതം തുടങ്ങിയ നാസിറിന്റെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെ വെളിപ്പെടുത്തൽ. ഫിർദൌസ് നാസിറിനെ തിരിച്ചറിയുമോ? ഞാൻ ഫിർദൌസിനോട് നാസിറിന്റെ സത്യം പറയുമോ? നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 20. പുതിയ അയൽക്കാർ, പഴയ ഓർമ്മകൾ, ഒരു പുതിയ തുടക്കം. തൊട്ടടുത്ത ഫ്ളാറ്റിലേക്ക് പുതിയ ആളുകൾ വരുന്നുണ്ടെന്ന വിവരം അവിടെ നടക്കുന്ന ഇന്റീരിയർ പണികളുടെ ബഹളം കേട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ഭാര്യ നൈനയ്ക്ക് ഹൈ BP പ്രശ്നമുള്ളതുകൊണ്ട് ആ ശബ്ദം അവളെ ബുദ്ധിമുട്ടിച്ചു. നമ്മുടെ വീട്ടിലെ പണികൾ നടന്നപ്പോൾ മുകളിലും താഴെയുമുള്ളവർ ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അവൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അയൽപ്പക്കമാകുമ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ എല്ലാവരും സഹിക്കേണ്ടി വരും. എങ്ങനെയൊക്കെയോ 2 മാസം കടന്നുപോയി. ഇന്നലെ മുതൽ പുതിയ ആളുകളുടെ സാധനങ്ങൾ വരുന്നത് കണ്ടു. ഞാൻ പകൽ മുഴുവൻ ഷോപ്പിലായിരിക്കും. അതിനാൽ സൊസൈറ്റിയിലെ വിശേഷങ്ങൾ നൈന വഴിയാണ് ഞാൻ അറിയാറുള്ളത്. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നൈനയുടെ മുഖം അല്പം വാടിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നൈന, ഇന്ന് മരുന്നുകൾ കഴിക്കാൻ മറന്നില്ലല്ലോ. നിന്റെ ആരോഗ്യം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. നൈന പറഞ്ഞു, ഇല്ല, ആരോഗ്യം കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പക്കിന് വരുന്നുള്ളവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ര സുഖകരമായി തോന്നിയില്ല. ആ വാക്ക് എന്നെ ആശങ്കയിലാഴ്ത്തി. അവരെക്കുറിച്ച് എന്താണ് നിന്നെ അലോസരപ്പെടുത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു. നൈന ശബ്ദം താഴ്ത്തി ഒരു വലിയ രഹസ്യം പറയുന്ന പോലെ പറഞ്ഞു, പക്കത്തെ ഫ്ളാറ്റിലേക്ക് വരുന്ന കുടുംബം മുസ്ലിങ്ങളാണ്. ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വക്കീൽ ഫിർദൌസിനെ ഓർമ്മ വന്നു. അവളുടെ നന്മകളെ ഓർത്ത് ഞാൻ പറഞ്ഞു, മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഒരാൾ മോശമാകില്ല നൈന. അവരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? നൈന പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർ വാടകക്കാരല്ല, ആ ഫ്ളാറ്റിന്റെ ഉടമസ്ഥർ തന്നെയാണ്. നമ്മുടെ അയൽപ്പക്കത്ത് ഒരു മുസ്ലിം കുടുംബം സ്ഥിരമായി വരുന്നത് എനിക്ക് അല്പം ആശങ്ക ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നൈന, മുൻവിധികൾ വെക്കുന്നത് ശരിയല്ല. നീ അവരോട് എപ്പോഴെങ്കിലും സംസാരിച്ചോ? നൈന പറഞ്ഞു, ഇല്ല. സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു നാളെ മുതൽ അവർ ഇവിടെ വരുമെന്ന്. സാധനങ്ങൾ അടുക്കി വെക്കാൻ ഇന്ന് പകൽ മുഴുവൻ അവർ വരികയും പോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈനയോട് പറഞ്ഞു, നാളെ അവർ വരുമ്പോൾ അവർ ഒന്ന് സെറ്റ് ആകുന്നതുവരെ ചായയും ഭക്ഷണവും നമ്മുടെ വീട്ടിൽ കഴിക്കാൻ അവരെ ക്ഷണിക്കണം.
അവർ സമ്മതിക്കുകയാണെങ്കിൽ കുക്കിനോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയണം. നൈന എതിർപ്പുമായി പറഞ്ഞു. നമ്മൾ ശുദ്ധ സസ്യാഹാരമല്ലേ കഴിക്കുന്നത്, അവർ അത് ഇഷ്ടപ്പെടുമോ? നൈനയുടെ മനസ്സ് ഇനിയും സജ്ജമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നൈന, അയൽക്കാരോട് ഇങ്ങനെ അകലം പാലിക്കുന്നത് ശരിയല്ല. മാംസാഹാരം കഴിക്കുന്നവരും സസ്യാഹാരം ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ടെന്ന് നിനക്കറിയാമല്ലോ. 1-2 ദിവസം അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്ക് അത് സൗകര്യമാകും. നമ്മുടെ ഇടയിൽ നല്ല ബന്ധം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ മുതിർന്നവരായി മാറുകയാണ്. ഇന്ന് അവരെ സഹായിച്ചാൽ നാളെ അവരുടെ സഹായം തേടാൻ നമുക്ക് മടിയുണ്ടാകില്ല. നൈന എന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കി. ശരി, നാളെ ഞാൻ അവരെ കണ്ട് ഭക്ഷണത്തിന് ക്ഷണിക്കാം എന്ന് അവൾ പറഞ്ഞു. നൈന സമ്മതിച്ചതോടെ ഞാൻ ടിവിയിൽ വാർത്തകൾ വെച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഷോപ്പിലിരിക്കുമ്പോൾ നൈനയുടെ കോൾ വന്നു. നമ്മുടെ പുതിയ അയൽക്കാരിൽ എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള ഒരു ഉമ്മയുണ്ട്. ആ ദമ്പതികൾ യുവാക്കളാണ്. അവർക്ക് 1 വയസ്സുള്ള ഷനായ എന്ന മകളുമുണ്ട്. ഭാര്യയുടെ പേര് സബ എന്നാണ്. അവൾ വളരെ മിടുക്കിയാണ്. എനിക്കവളെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചോ? നൈന പറഞ്ഞു. പറയുകയല്ലേ, ഒന്ന് ക്ഷമിക്കൂ. സബ വിവാഹശേഷം വീണ്ടും പഠിക്കുകയാണ്. നമ്മുടെ മകൾ ബിടെക് ചെയ്ത അതേ NITയിൽ തന്നെയാണ് അവൾ 1ാം സെമസ്റ്റർ പഠിക്കുന്നത്. ഇന്ന് പകൽ ഭക്ഷണം അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ രാത്രി നമ്മുടെ കൂടെ കഴിക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് ശാന്തമായി. എന്തെങ്കിലും വേണമെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. നൈന പറഞ്ഞു. ആ ചിന്ത നിങ്ങൾക്ക് വേണ്ട, ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി. നൈന ഫോൺ വെച്ചു. ഇന്നലത്തെ ഭയങ്ങൾ അവളുടെ ശബ്ദത്തിൽ ഇല്ലാത്തത് എനിക്ക് സന്തോഷം നൽകി. രാത്രി സബയും കുടുംബവും നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നു. മുസ്ലിങ്ങളായിരുന്നിട്ടും സബയും ഭർത്താവും നൈനയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ സംസ്കാരമനുസരിച്ച് അവർ ഞങ്ങളെ ബഹുമാനിച്ചു. സബയുടെ ഭർത്താവ് പരിചയപ്പെടുത്തി. സർ, എന്റെ പേര് നാസിർ. ഇത് എന്റെ ഉമ്മ, ഇത് എന്റെ ഭാര്യ സബ. സബയുടെ പഠനം ഇടയ്ക്ക് വെച്ച് നിന്നു പോയതായിരുന്നു. ഈ വർഷം NITയിൽ അഡ്മിഷൻ കിട്ടി. കോളേജ് അടുത്താണല്ലോ എന്ന് കരുതിയാണ് ഇവിടെ ഫ്ളാറ്റ് എടുത്തത്. എനിക്ക് കാർ സർവീസിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാസിർ, അയൽക്കാരാകുമ്പോൾ ഇത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. 2 പേരും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ ഞങ്ങളിരുവരും മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ തന്നെയുള്ള ആന്റിക് മാർക്കറ്റിൽ ഷോപ്പുണ്ട്. നൈന ആ കുഞ്ഞ് ഷനായയെ മടിയിലിരുത്തി കുഞ്ചിപ്പിച്ചു. ഈ മകൾ സബയെപ്പോലെ തന്നെ സുന്ദരിയാണ്. ഇനി മുതൽ എനിക്ക് ഇവൾ ഒരു കൂട്ടിനുണ്ടാകും എന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. നാസിറിന്റെ ഉമ്മ ചിരിച്ചുകൊണ്ട്, നൈന ജി, ഈ കുഞ്ഞാണ് ഇപ്പോൾ എന്റെ പ്രാണൻ എന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം വളരെ രുചികരമാണെന്ന് നാസിറും കുടുംബവും പ്രശംസിച്ചു. ഭക്ഷണം കഴിഞ്ഞതോടെ അവർ പോയി. നാസിറിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള നൈനയുടെ ആശങ്കകളെല്ലാം അതോടെ പമ്പ കടന്നു. ഇപ്പോൾ നൈന അധിക സമയവും ഷനായയോടും നാസിറിന്റെ ഉമ്മയോടുമൊപ്പമാണ് ചിലവഴിക്കുന്നത്. 5 വർഷങ്ങൾ കണ്ണിമ ചിമ്മുന്ന വേഗതയിൽ കടന്നുപോയി. ഇതിനിടയിൽ നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ കഴിഞ്ഞു. നാസിറിനും സബയ്ക്കും മറ്റൊരു മകൾ കൂടി ജനിച്ചു. നാസിർ തന്റെ വർക്ക്ഷോപ്പ് വിപുലീകരിക്കുകയും രാഷ്ട്രീയത്തിലും സജീവമാകുകയും ചെയ്തു. എന്റെ കാർ സർവീസിംഗും ഇപ്പോൾ നാസിറാണ് നോക്കുന്നത്. നല്ല അയൽക്കാരെ കിട്ടിയതിൽ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. സബ തന്റെ ബിരുദം പൂർത്തിയാക്കി. നാസിർ ഒരു വലിയ പാർട്ടി തന്നെ ഒരുക്കി. അതിൽ ധാരാളം രാഷ്ട്രീയ നേതാക്കളും അതിഥികളും വന്നു. ആ പാർട്ടിയിൽ വെച്ചാണ് എനിക്കൊരു രഹസ്യം അറിയാൻ കഴിഞ്ഞത്. ഒരു അതിഥി മറ്റൊരാളോട് നാസിറിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾക്ക് ഇത്ര നല്ലവനാകാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് നാസിർ. ഇപ്പോൾ കണ്ടാൽ ഇയാൾ ഒരു കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് ആരും പറയില്ല. ഭാര്യയോട് അനീതി ചെയ്തതിന് ഇയാൾ 3 വർഷം ജയിലിലായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഉടനെ ആ വിജനമായ റോഡിൽ ലിഫ്റ്റ് നൽകിയ ഫിർദൌസിനെ ഓർമ്മ വന്നു. ഈ നാസിർ അവളുടെ ഭർത്താവാണോ എന്ന സംശയം എനിക്ക് തോന്നി. ഞാൻ ഫേസ്ബുക്കിൽ ഫിർദൌസിനെ തിരഞ്ഞു. അവൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ വക്കീലാണെന്ന് അറിഞ്ഞു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. ഫിർദൌസ്, സുഖമാണോ? രാത്രി അവളുടെ റിപ്ലൈ വന്നു. സർ, എന്നെ ഓർമ്മിച്ചതിൽ സന്തോഷം. ഞാൻ എന്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തുഷ്ടിയാണ്. എന്റെ ഭർത്താവ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണ്. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇതാണ് എന്റെ നമ്പർ 777 മുതൽ 100 വരെ. വിളിക്കൂ. അടുത്ത ദിവസം രാത്രി ഞാൻ അവളെ വിളിച്ചു. ഇപ്പോൾ മാനവ പരിചയം എപ്പിസോഡിനെക്കുറിച്ചുള്ള ജെമിനായ് അവലോകനം കേൾക്കാം. ഉപശീർഷകം: പുതിയ അയൽക്കാർ, പഴയ ഓർമ്മകൾ, ഒരു പുതിയ തുടക്കം. ഈ എപ്പിസോഡ് ഒരു പുതിയ കഥാപാത്രത്തിന്റെ അയൽവാസി കാഴ്ചപ്പാടിലൂടെയാണ് നീങ്ങുന്നത്. നാസിറിന്റെ മാറ്റം സമൂഹം എങ്ങനെ സ്വീകരിച്ചുവെന്ന് ഇത് കാണിക്കുന്നു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ എങ്ങനെ നീങ്ങുന്നുവെന്ന നൈനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നാസിറിന്റെ വളർച്ചയും സബയുടെ വിജയവും കഥയിലെ നിർണായക വഴിത്തിരിവാണ്.
കഴിഞ്ഞ 5 വർഷത്തിനിടെ നാസറിന്റെ വ്യക്തിത്വത്തിലുണ്ടായ മാറ്റങ്ങളും സഭയുടെ വിജയവും കഥയ്ക്ക് പുതിയ ഊർജ്ജം നൽകുന്നു. പാർട്ടിയിൽ കേട്ട സംസാരങ്ങൾ കഥയെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. നാസറിന്റെ ഭൂതകാലം അയൽക്കാർക്ക് അറിയാൻ കഴിയുന്നതിലെ ആകാംക്ഷയും ഫിർദൌസിന്റെ വിജയവും പ്രേക്ഷകരെ ആകർഷിക്കുന്നതാണ്. അവസാനം ഫിർദൌസും നാസറും എങ്ങനെ മുഖാമുഖം വരും എന്നത് ആവേശകരമായ ഒന്നാണ്. എപ്പിസോഡ് 20 സമാപ്തം.